ഭർത്തൃമാതാപിതാക്കളെ സംരക്ഷിക്കാൻ മരുമകൾക്ക് നിയമപരമായ ബാധ്യതയില്ല. എന്തൊരു വിധിയാണല്ലേ! അതായത് ഒരു കുട്ടി വിവാഹം കഴിഞ്ഞ് ആ വീട്ടിലോട്ട് വരുമ്പോൾ തൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണോ അതുപോലെ നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നുവോ അതുപോലെ നമ്മുടെ ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയും സംരക്ഷിക്കുക. അത് ഒരു ബാധ്യതയല്ല, അത് നമ്മുടെ കടമയാണ്. അച്ഛനെയും അമ്മയെയും ഒരു ബാധ്യതയായി കാണുന്നിടത്താണ് ഈ പ്രശ്നമൊക്കെ വരുന്നത്. നമ്മൾ ജനിച്ച ആ സമയം മുതൽ നമ്മളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഒരു ജോലി വാങ്ങാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി തന്നു, വിവാഹം കഴിപ്പിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് സ്വസ്ഥതയോടുകൂടി സന്തോഷത്തോടുകൂടി സ്വന്തം മകനോടൊപ്പം, അല്ലേ, മരുമകളെന്ന് പറയുമ്പോൾ മകൻ്റെ വൈഫാണല്ലോ. അപ്പോൾ ആ മകനോടൊപ്പം കുടുംബത്തോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പം തൻ്റെ ചെറുകുട്ടികളോടൊപ്പം കഴിയാൻ ആഗ്രഹമില്ലാത്ത ഏതു മാതാപിതാക്കളാണ് ഇവിടെ ഉള്ളത്? അതായത് ഇവിടെ കോടതി പറയുന്നത് ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയും നോക്കുന്നത് മരുമകളുടെ ഒരു ബാധ്യതയല്ല. അത് ബാധ്യതയായി കാണാതിരുന്നാൽ പോരെ, അത് നമ്മുടെ കടമയായിട്ടെടുത്താൽ പോരെ. അപ്പോൾ ഇത് ഒന്നും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്തൊക്കെയായാലും കോടതി എന്ന് പറയുന്നത് നിയമത്തിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു ധാർമ്മിക മൂല്യങ്ങളുണ്ടല്ലോ, ഒരു മൊറാലിറ്റി, അല്ലേ? അപ്പോൾ അതിനും കൂടി ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വിധിയാണ് വരേണ്ടത്. ചിലപ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനായിരിക്കും ഉള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കേണ്ട ബാധ്യത ആ മകന് കൂടെ ഇല്ലേ? മകനെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു മരുമകളെന്ന നിലയ്ക്ക് ആ മരുമകൾക്കും ഒരു ബാധ്യതയായിട്ട് മാറും. ബാധ്യത എന്ന് പറഞ്ഞുകൂടാ, ഒരു കടമയായിട്ട് മാറും. സ്വന്തം അച്ഛനും അമ്മയുമാണെങ്കിൽ, ആ മരുമകളുടെ സ്വന്തം അച്ഛനും അമ്മയുമാണെങ്കിൽ, അപ്പോൾ അവർക്ക് ഒരു അസുഖമോ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ സംരക്ഷിക്കും അവരെ, അല്ലേ? നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയാകുമ്പോൾ നമ്മൾ സംരക്ഷിക്കും, അവരോടൊപ്പം ചേർന്ന് നിൽക്കും, അവരെ സ്നേഹിക്കും, അവരുടെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് നിൽക്കും, അല്ലേ? അതുപോലെ തന്നെയാണ് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അവർക്ക് ആഹാരം കൊടുക്കാനും അവർക്ക് മരുന്ന് കൊടുക്കാനും അവരെ സംരക്ഷിക്കാനും അവർക്ക് എല്ലാവിധ സൗകര്യങ്ങൾ കൊടുക്കാനും. എല്ലാവിധ സൗകര്യം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്ന് പറയുന്നത് വളരെ കുറച്ച് ലിമിറ്റേഷനാണുള്ളത്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മക്കളെ അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ചിലപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ലാവിഷായിട്ട് എടുത്ത് ചിലവാക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരിക്കും. കാരണം ആ മകനും ഒക്കെ കുടുംബത്തിനൊക്കെ ചിലവുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ അച്ഛനെയും അമ്മയും ആഹാരവും വസ്ത്രവും മരുന്നും ഒക്കെ മേടിച്ചു കൊടുത്ത് അവരെയും കൂടി നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കുക, അല്ലേ? അതാണ് വേണ്ടത്. അവർക്കുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അച്ഛനും അമ്മയുടെയും സന്തോഷം എന്താണ്? മകനോടൊപ്പവും മരുമകളും കുട്ടികളും കുടുംബവും ഒക്കെയായിട്ട് കളിയും ചിരിയും തമാശയും ഒക്കെയായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുക. അവർക്ക് അതിനപ്പുറം ഒരു സന്തോഷവും ജീവിതവുമൊന്നും അവർ സ്വപ്നം കാണുന്നില്ല. ഇതൊക്കെ തന്നെയാണ് അവരുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിധി വരുന്നത് അത് എന്തുകൊണ്ടോ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു വിധി അക്സെപ്റ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. അവരെ നമ്മളൊരു ഡിസ്റ്റർബായിട്ട് കണക്കാക്കരുത്. അവർ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. നമുക്ക് ഇന്ന് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കൂടി ഒരു വിയർപ്പിൻ്റെ ഒരു റിസൾട്ടാണ്, അല്ലേ? നമ്മൾ ചുമ്മാതൊന്നും വളർന്ന ഈ പൊസിഷൻ നമ്മൾ എത്തത്തില്ല. അവരുടെ ഒരു കഠിനാധ്വാനം അതിൻ്റെ പുറകിലുണ്ട്. നമ്മളെ വളർത്തുന്നത് ഒരു ബാധ്യതയായി അവർ കണക്കാക്കിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ പൊസിഷനിൽ എത്തത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ എത്ര കൊടുക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ എങ്ങനെ അവരെ സംരക്ഷിക്കുന്നു എന്നതിലാണ് കാര്യം. നമ്മുടെ മാതാപിതാക്കളെ നോക്കുന്നത് നമ്മളൊരു ബാധ്യതയായി കണക്കാക്കാതെ നമ്മുടെ കടമയായി കണക്കാക്കുക. അപ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതെല്ലാം. അപ്പോൾ ഒരു കോടതിയുടെയും നിയമത്തിൻ്റെയും ഒന്നും അവിടെ ആവശ്യമില്ല. നമ്മുടെ അച്ഛനും അമ്മയും സംരക്ഷിക്കാൻ നമുക്ക് ഒരു കോടതിയുടെയോ ഒരു നിയമത്തിൻ്റെയോ ആരുടെയും ഇടപെടൽ ആവശ്യമില്ല. അത് നമ്മുടെ മനസ്സിൻ്റെ നന്മയാണ്. നമ്മുടെ ഔദാര്യമല്ല അവരെ നോക്കേണ്ടത്, നമ്മുടെ കടമയാണ്. ഇതെപ്പോഴും ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.